കൊച്ചിയിലോട്ട് വരാൻ എപ്പോഴും എനിക്ക് ആഗ്രഹമായിരുന്നു. സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും കൊച്ചി തന്നെയാണ്. അച്ഛൻ പണ്ട് ഭയങ്കര സിനിമാക്കാരോ, അച്ഛൻ സുഹാസിനിയുടെയൊക്കെ വലിയ ഫാനായിരുന്നു. എന്നെ ഡെലിവറിക്ക് അമ്മയെ ലേബർ റൂമിൽ കയറ്റിയ സമയത്ത് അച്ഛൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അത്യാവശ്യം എഡിറ്റ് ചെയ്യും, അത്യാവശ്യം ക്യാമറ വർക്ക് ചെയ്യും, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്, മ്യൂസിക് ചെയ്യാറുണ്ട്, മ്യൂസിക്കിൽ ലിറിക്സ് എഴുതാറുണ്ട്, ഡയറക്ഷൻ ചെയ്യാറുണ്ട്, അഭിനയിക്കാറുണ്ട്. ഒരു രീതിയിലും നമ്മൾ തൊഴിൽരഹിതരാവാൻ പാടില്ല എന്നുള്ളൊരു ടിക്ടോക്കിൽ അത്യാവശ്യം റീച്ച് കിട്ടി. ഏകദേശം ഒരു 60K ഒക്കെ പ്രൊഫൈലിലായപ്പോൾ ടിക്ടോക്ക് നിരോധിച്ചു. അഭിനയമാണ് എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിലുപരി എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ ഡയറക്ഷനാണ്. ഒരാളുടെ മുമ്പ് പറയാൻ പറ്റും ഹണീബിയുടെ ഡയറക്ടർ ഞാനാണ്. റീൽസ് ചെയ്യുന്നവർക്കൊക്കെ സിനിമയിൽ കയറാൻ വളരെ എളുപ്പമാണ്. ശരിക്കും അതിനോട് യോജിക്കുന്നുണ്ടോ? പള്ളിച്ചട്ടമ്പിയിൽ ചെറിയ റോളുണ്ട്, പടം ഇറങ്ങുമ്പോൾ പടത്തിലുണ്ടാവും എന്ന് എനിക്കറിയില്ല. അത് ഭാഗ്യം പോലെ ഇരിക്കും. സിനിമാക്കാർക്കെല്ലാം കൊച്ചിയിൽ വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള തോട്ട് വന്നതുകൊണ്ട് ഞാനും കൊച്ചിയിൽ മഴവിൽ മനോരമയിൽ വന്നത് ഈ അമ്മയുടെ ഷോയിലാണ് സുരേട്ടൻ നേരിട്ട് സംസാരിക്കുന്നത്. പിന്നെ ലാലേട്ടനായിട്ട് ഫോട്ടോ എടുത്തു, ലാലേട്ടനായിട്ട് സംസാരിച്ചു. ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. നമുക്ക് എവിടെ പോയാലും വില ഉണ്ടാകത്തില്ല.